സ്ട്രക്ചർ ഇപ്പം നമ്മളിവിടെ കോഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ട്, കൊഹോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്. അതായത് ഒരു ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഒന്നിച്ചിരുന്ന് പഠിച്ച് അതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് മാറുമ്പോഴേക്ക് അവർ നെക്സ്റ്റ് ലെവൽ. കൊഹോർട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് വരാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന രീതി, അവിടെ കൊണ്ടുവന്ന ഇംപ്രൊവൈസേഷനാണ് കൊഹോർട്ട് എന്ന് പറഞ്ഞൊരു തീമിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്. അതായത് എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം ഒരു കൊല്ലം 6 മാസം 8 മാസമൊക്കെ ഒരു സെമസ്റ്റർ മൊത്തമൊക്കെ ടീച്ചർ പഠിപ്പിച്ച് തന്നിട്ട് മനസ്സിലാവാത്ത സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട് നമുക്ക് പഠിപ്പിച്ച് തരുമ്പോൾ ഒരു 5 ആൾക്കാർ 6 ആൾക്കാർ നമ്മൾ കമ്പൈൻ സ്റ്റഡി വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ട് പാസ്സാവുന്നില്ലേ. ആക്ച്വലി ആ പഠിപ്പിക്കുന്ന കണ്ടന്റിലും വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പ്രീവിയസ് 5 ഇയർ 6 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്ന സംഭവങ്ങൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് പാസ്സാവുക ചെയ്യുന്നത്. ആക്ച്വലി അതേപോലെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഐറ്ററേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ സിലബസിനകത്ത് ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ നിങ്ങളിപ്പോൾ ഫ്ലട്ടർ അല്ലെങ്കിൽ നിങ്ങൾ Node.js അല്ലെങ്കിൽ നിങ്ങൾ AI അല്ലെങ്കിൽ നിങ്ങൾ പൈത്തൺ എന്താണോ നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ഡെസിഗ്നേഷൻ ആവേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള സിലബസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 4-5 പേരൊരു ബാച്ചിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരാൾ നിന്ന് ഷൗട്ട് ചെയ്തിട്ട്, ഇപ്പം ഒരാൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വരുന്ന പിക്ചർ എന്താ, ഒരു ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഒരു TV അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ, ഒരാൾ നിന്ന് ക്ലാസ് എടുക്കുന്നത്, ഒരു ടേബിൾ, കുറേ കുട്ടികൾ ഫ്രണ്ടിലിരിക്കുന്നത്, ഇതാണ് ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ. പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചെങ്കിൽ ഈ എക്സ്ട്രോവേർട്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ വേൾഡ് എന്നുള്ളത്. അതായത് അങ്ങോട്ട് ചോദിക്കണം, അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യണവർക്ക് മാത്രമേ എന്ത് വരുന്നുള്ളൂ, ലൈക്ക് അവർക്കുള്ള നീഡ് നടക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ കുട്ടികളോട് മാർക്കെല്ലാം മോശമാകുന്ന സമയത്ത് ഒബ്വിയസ്ലി കമ്പാരിസണും കാര്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടികൾ ഒബ്വിയസ്ലി ഡൗട്ട് പോലും ചോദിക്കില്ല. എന്നിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് അവർ ഒന്നെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറയും അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ രീതിനെ കുറ്റം പറയും. ലൈക്ക് അവർക്ക് കിട്ടിയിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, ഒന്നെങ്കിൽ അവർക്ക് പറ്റിയൊരു സംഭവമല്ല അത്. അപ്പം ലൈക്ക് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻഡിവിജ്വലി എല്ലാവരെയും കെയർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതുതന്നെ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്പുകൾ നമുക്കറിയാലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, നെറ്റ്ഫ്ലിക്സ് പോലത്തെ ആപ്പുകളാണെങ്കിൽ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത സാധനം കിട്ടുമ്പോൾ നമ്മൾ ആ സർവീസ് കൂടുതൽ യൂസ് ചെയ്യും. അതൊരു ബേസിക് ലോജിക്കാണ്. അതേപോലെ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടി 3 മാസം എടുത്ത് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടി 3 മാസം ഇരുന്നാൽ മതി. 6 മാസം കൊണ്ട് പഠിക്കുന്ന കുട്ടികളുടെ 6 മാസം കൊണ്ട് പഠിച്ചോട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ പേസിന് പഠിക്കാം. നിങ്ങൾക്ക് നമ്മൾ അടുത്ത് വന്നെന്ന് പറഞ്ഞുതരും, ഷൗട്ട് ചെയ്ത് പറഞ്ഞുതരല്ല. ഇത് കഴിഞ്ഞാലും നിങ്ങളിത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും കോഡിംഗ് എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് പഠിക്കൽ ലിറ്ററലി പോസിബിൾ അല്ല. ലൈഫ് ലോങ് ലേണേഴ്സ് ആണ്. ഓരോരോ ആപ്പിൽ പോകുമ്പോൾ ഓരോരോ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കുക, നിങ്ങൾ ടീമിൽ ഇരുന്നിട്ട് പഠിക്കുക. അതേപോലെ ഇവിടുന്ന് നിങ്ങൾ പഠിക്കുക. ഒരു പക്കാ പ്രൊഫഷണൽ കോഴ്സാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കൊഹോർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഡിസൈൻ ചെയ്തത്.